കോഴിക്കോട് നിന്ന് അരുൺ പി ജെ കൂടി ചേരുന്നുണ്ട്. അരുൺ, നിപ സ്ഥിരീകരിച്ച് 3 ദിവസം കഴിഞ്ഞിട്ടും ആരോഗ്യമന്ത്രി സ്ഥലത്തെത്താഞ്ഞതിൽ ഇന്നൊരു വലിയ പ്രതിഷേധം കേരളം കണ്ടതാണ്. മുൻ മന്ത്രി, ടൂറിസം മന്ത്രി കൂടിയായിരുന്ന മുഹമ്മദ് റിയാസ്, ഇപ്പോഴത്തെ MLA മുഹമ്മദ് റിയാസ് DMO ഓഫീസിലെത്തി കുത്തിയിരിക്കേണ്ടി വന്ന ഒരു സാഹചര്യം, പ്രതിഷേധിക്കേണ്ടി വന്നൊരു സാഹചര്യം. തികച്ചും ഉത്തരവാദിത്വത്തോടെ ഒരു MLA എങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന് അദ്ദേഹം കാണിച്ചു തരികയും ചെയ്തു കേരള ജനതയ്ക്ക്. അതോടൊപ്പം തന്നെയാണ് എങ്ങനെയാണ് ഒരു മന്ത്രി നിരുത്തരവാദപരമായി പെരുമാറുന്നതെന്നും കാണാനും കഴിഞ്ഞു. എങ്ങനെയാണ് കോഴിക്കോട്ടെ നിപയുമായി ബന്ധപ്പെട്ട് ആരോഗ്യവകുപ്പ് എടുത്തിരിക്കുന്ന തീരുമാനം? നമുക്കറിയാൻ കഴിയുന്നത് അവിടെ 2 ആഴ്ചയായി DMO പോലുമില്ല. ആ പോസ്റ്റ്, ആ വേക്കൻ്റായി കിടക്കുന്ന ആ പോസ്റ്റ് ഫിൽ ചെയ്യാൻ പോലും സർക്കാരിന് കഴിയുന്നില്ല. അത്രയ്ക്കുണ്ട് ഈ സർക്കാരിൻ്റെ ഭരണ നേട്ടം. എന്താണെന്ന് കോഴിക്കോട്ട് കണ്ടത്? പ്രതിഷേധം, ഒപ്പം തന്നെ നിപയുടെ സാഹചര്യം. സിജു, എന്തായാലും ഈ നിപ്പയുമായി ബന്ധപ്പെട്ടുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ ആദ്യമേ തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വലിയ രീതിയിൽ വീഴ്ച വന്നു എന്നുള്ളൊരു ആക്ഷേപം വലിയ രീതിയിലുണ്ട്. അത് ശരിവെക്കുന്ന തരത്തിൽ തന്നെയാണ് ഈ കണക്കുകളിൽ പോലും വ്യക്തത ഇല്ലായ്മ ഉണ്ടായിരുന്നു. ഈ ആരോഗ്യവകുപ്പ് അധികൃതർക്ക് കിട്ടുന്ന വിവരങ്ങൾ പോലും ആ വകുപ്പിൻ്റെ മന്ത്രിയായ K മുരളീധരൻ ലഭിക്കുന്നില്ല എന്നുള്ളത് ആദ്യമേ തന്നെ വിമർശനങ്ങൾക്ക് ഇടയാക്കിയിരുന്നു. എന്തായാലും ഈ സിജു നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നിപ്പ പടർന്നു പിടിച്ച് 4 ദിവസങ്ങൾക്ക് ശേഷവും മന്ത്രി എത്താത്തതിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമുണ്ടായിരുന്നു. ഇന്ന് ഈ ബേപ്പൂർ MLA ആയിട്ടുള്ള PA മുഹമ്മദ് റിയാസ് ഇന്ന് കളക്ടറേറ്റിലെത്തി, അവിടുത്തെ ഈ നിപ്പ കൺട്രോൾ റൂമിലെത്തി അദ്ദേഹം ആശയവിനിമയം നടത്താൻ വേണ്ടി ഒരു ശ്രമം നടത്തിയിരുന്നു. പക്ഷേ ജനപ്രതിനിധിയായ ഈ PA മുഹമ്മദ് റിയാസിനെ പോലും ആ ഒരു കൺട്രോൾ റൂമിലേക്ക് കടത്തിവിടുവാനോ ഈ കണ്ടെയ്ൻമെൻറ്റ് സോൺ ആക്കണം എന്നാവശ്യപ്പെടുന്ന രോഗബാധിതരെ താമസിക്കുന്ന അവിടെയുള്ള ആളുകളുമായി ഈ ഫോണിൽ കൂടെ സംഭാഷണം നടത്തുവാനോ ഉള്ള അനുമതി നൽകിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അതിനെ തുടർന്നാണ് PA മുഹമ്മദ് റിയാസ് പിന്നീട് അവിടെ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. അതിനുശേഷം ആരോഗ്യമന്ത്രിയായി അദ്ദേഹം ഫോണിൽ സംസാരിച്ചു, കളക്ടറുമായി സംസാരിച്ചു. അതിനുശേഷം ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രതിഷേധം നാനാ കോണുകളിൽ നിന്ന്, ജില്ലയുടെ വിവിധ കോണുകളിൽ നിന്നും ഉയർന്നു വന്ന പ്രതിഷേധം ഫലം കാണുന്നു. 4 ദിവസങ്ങൾക്ക് ശേഷം ആരോഗ്യമന്ത്രി K മുരളീധരൻ നാളെ കോഴിക്കോട് ജില്ലയിൽ എത്തുമെന്നുള്ളതാണ്. എന്തായാലും അദ്ദേഹം എത്തുന്നതിന് മുമ്പ് തന്നെ ആശ്വാസകരമായ വാർത്തകളാണ് ഇപ്പോൾ ഇവിടെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഈ നിപ്പ ബാധിതനായ 43-കാരനായ രാമനാട്ടുകര സ്വദേശിയുടെ ഈ സമ്പർക്ക പട്ടികയിലുള്ള 3 പേരുണ്ട്. ആ 3 പേര് ഹയസ്റ്റ് റിസ്ക് പട്ടികയിലാണ് ഉള്ളത്. ആ 3 പേരുടെ ഫലം മെഡിക്കൽ കോളേജിൽ സ്രവം പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. ഈ സ്രവത്തിൻ്റെ പരിശോധന ഫലം എല്ലാം നെഗറ്റീവാണ് എന്നുള്ളൊരു ആശ്വാസകരമായ ഒരു വാർത്ത തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള വന്നിരിക്കുന്നത്. ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് 77 പേരുടെ ഒരു സമ്പർക്ക പട്ടികയായിരുന്നു ഇന്നലെ പുറത്തു വിട്ടിരുന്നത്. അതിൽ 54 പേര് ആരോഗ്യ പ്രവർത്തകരും മറ്റുള്ളവർ ഇദ്ദേഹത്തിൻ്റെ ബന്ധുക്കളും മറ്റ് സഹപ്രവർത്തകരുമായിരുന്നു. എന്തായാലും ആശ്വാസകരമായ വാർത്ത തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള. ഇതിൽ ഏറ്റവും ഗുരുതരമായ ഒരു കാര്യം, ഇത്രയും ഒരു പകർച്ചവ്യാധികൾ ഷിഗല്ലയ്ക്ക് ശേഷം ഈ മലബാർ മേഖലയിൽ ആകെ പടർന്നു പിടിക്കുന്ന ഈ നിപ്പയും ഇതുമായി ബന്ധപ്പെട്ടുള്ള ആശങ്ക നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ പോലും ഈ കോഴിക്കോട് DMO ജില്ലാ മെഡിക്കൽ ഓഫീസറെ നിയമിക്കുന്നില്ല എന്നുള്ള ഒരു നിരുത്തരവാദപരമായ കാര്യമാണ്. കാരണം നമുക്കറിയാം ഈ നിപ്പയും കോവിഡുമെല്ലാം പടർന്നു പിടിച്ചപ്പോൾ LDF സർക്കാരിനെയും മറ്റു നടപ്പിലാക്കിയ പദ്ധതികളെയും മറ്റ് ഏകോപന പ്രവർത്തനങ്ങളെയെല്ലാം കണക്കറ്റ് പരിഹസിച്ച ഒരാളാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. പക്ഷേ അധികാരം ഏറ്റിട്ടും ഇതുവരെയായി നിപ്പ പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യത്തിൽ പോലും DMO ഈ കോഴിക്കോട് ഒരു ജില്ലാ മെഡിക്കൽ ഓഫീസറിനെ നിയമിക്കുവാനുള്ള ഒരു നീക്കമോ ചെറുവിരൽ അനക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഇപ്പോഴും ഈ വെന്റിലേറ്ററിൽ കഴിയുന്ന ഈ ICUയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ ICUയിൽ കഴിയുന്ന രാമനാട്ടുകര സ്വദേശിയായ 43-കാരൻ്റെ ഈ ഒരു അവസ്ഥ അതൊരു ഗുരുതരമായി തന്നെ തുടരുകയാണ്. എന്തായാലും മെഡിക്കൽ ബോർഡിൻ്റെ തീരുമാനപ്രകാരം മോണോക്ലോണൽ ആൻറ്റിബോഡി വാക്സിനാണ് ഇപ്പോൾ അദ്ദേഹത്തിന് നൽകി വരുന്നത്. എന്ന് മുതൽ അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്ന കാഴ്ച തന്നെയാണ് ഇപ്പോഴും. മരുന്നുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. ഈ നിപ്പായ്ക്കും അടക്കം കൊടുക്കേണ്ട പ്രധാനപ്പെട്ട ഒരു മരുന്നിൻ്റെ ഷോർട്ടേജ് ഉണ്ട്. അത് ഇന്ന് വൈകുന്നേരത്തോടു കൂടി ദില്ലിയിൽ നിന്ന് എത്തുമെന്നാണല്ലോ മന്ത്രി പറഞ്ഞത്. അത് നിപ്പായുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. മന്ത്രി പറയുന്നതിലൊക്കെ വ്യക്തത കുറവുണ്ട്. നിപ്പായുടെ മരുന്നാണോ ഷിഗല്ലയുടെ മരുന്നാണോ എന്ന കാര്യത്തിൽ തന്നെ വ്യക്തത വരേണ്ടതുണ്ട്. ഏതായാലും മന്ത്രി പറഞ്ഞ കാര്യം ശരിയാണോ? മരുന്നിൻ്റെ ഷോർട്ടേജ് ഉണ്ടോ? വൈകിട്ട് എത്തുമോ അത്?
സിജു, ഈ കാര്യം എന്തായാലും ഈ ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി AP അനിൽകുമാറും സ്ഥിരീകരിച്ചിരുന്നു. ഈ മരുന്നിൻ്റെ ക്ഷാമം ഈ കോഴിക്കോട് ജില്ലയിലാകെ ഉണ്ട് എന്നുള്ള തരത്തിലുള്ള ഒരു സ്ഥിരീകരണം തന്നെയാണ് ഇന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലും മെഡിക്കൽ സംഘം ഈ കേന്ദ്ര സംഘവുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷവും കളക്ടറുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷവും മന്ത്രി AP അനിൽകുമാർ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. എന്തായാലും ദില്ലിയിൽ നിന്നും ഈ മരുന്ന് വരുമെന്നുള്ളത് തന്നെയാണ് പറയുന്നത്. പക്ഷേ എപ്പോൾ വരുമെന്നോ ഇത് എപ്പോൾ മുതൽ കൊടുത്തു നൽകുവാൻ ഈ രോഗിക്ക് കൊടുക്കാൻ സാധിക്കുമോ എന്നുള്ള കാര്യത്തിൽ ഇതുവരെയും ഒരു സ്ഥിരീകരണം നടത്തിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ അഡീഷണൽ DMOയ്ക്കാണ് ഇപ്പോൾ നിലവിൽ ചുമതല നൽകിയിരിക്കുന്നത്. മുമ്പ് ഇത്തരം സാഹചര്യങ്ങളിൽ വിരമിക്കലിന് പിന്നാലെ തന്നെ പുതിയ DMOയും തന്നെ നിയമിച്ചിരുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ ചേർത്ത് വായിക്കേണ്ടതാണ് സിജു നേരത്തെ സൂചിപ്പിച്ച പോലെയുള്ള മരുന്ന് ക്ഷാമം. നേരത്തെ ഒന്നും ഇക്കാര്യത്തിലുള്ള മരുന്ന് ക്ഷാമം ഒരിക്കൽ പോലും നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളതല്ല. ഇവർ പറയുന്ന പോലെ ഒന്നുമല്ല. കഴിഞ്ഞ പ്രാവശ്യം 10 വർഷം ഇവിടെ ഭരിച്ച സംസ്ഥാന സർക്കാർ ഏറ്റെടുത്ത് നടത്തിയ പ്രതിരോധ പ്രവർത്തനങ്ങളുണ്ട്. മരുന്നുകൾ ഉറപ്പുവരുത്തിയിരുന്നു, PPE കിറ്റുകൾ ഉറപ്പുവരുത്തിയിരുന്നു, മാസ്കുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. കണ്ടെയ്ൻമെൻറ്റ് സോണുകൾ പ്രഖ്യാപിക്കേണ്ടി വന്നാൽ അത്തരത്തിലുള്ള മുൻകരുതലുകൾ എടുത്ത് മുന്നോട്ട് പോയിരുന്നു. പക്ഷേ ഇതൊന്നും ചെയ്യാതെ അന്ന് തന്നെ നിപ്പ വരുന്ന സാഹചര്യത്തിൽ അന്ന് വൈകിട്ട് ഇവിടെ ഈ നിപ്പയുടെ സാന്നിധ്യം അന്ന് പരിശോധനയിൽ തെളിയുന്നു. അന്ന് വൈകിട്ടുള്ള വന്ദേ ഭാരതിൽ മന്ത്രി തിരുവനന്തപുരത്തേക്ക് തിരികുകയാണ്. എന്നിട്ട് ആ വന്ദേ ഭാരത് തിരുവനന്തപുരത്ത് എത്തിയതിന് ശേഷമാണ് ഇങ്ങനെ ഒരു നിപ്പയുടെ സാന്നിധ്യം കോഴിക്കോട് ഉണ്ട് എന്നുള്ളത് തരത്തിലുള്ള പ്രതികരണം നടത്തി. അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം ജില്ലയിൽ മന്ത്രി ഉണ്ടായിരുന്നു എന്നുള്ള തരത്തിൽ അന്ന് ജില്ലയിൽ വെച്ച് മന്ത്രി ഇക്കാര്യത്തിൽ ഇങ്ങനെ ഒരു സാന്നിധ്യമുണ്ട്, നിപ്പയുടെ വൈറസ് സാന്നിധ്യമുണ്ട് എന്നുണ്ടെങ്കിൽ പല കോണുകളിൽ നിന്നും അദ്ദേഹത്തിന് നേരെ ആവശ്യം ഉയരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മന്ത്രി ജില്ലയിൽ ക്യാമ്പ് ചെയ്യേണ്ടി വരുമായിരുന്നു. എന്നിട്ട് പോലും ഈ നിപ്പയുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞിട്ട് പോലും കോഴിക്കോട് ജില്ലയിൽ ക്യാമ്പ് ചെയ്യാതെ അന്ന് രാത്രിയുള്ള വന്ദേ ഭാരത് എക്സ്പ്രസ്സിനെ അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് തിരിക്കുകയാണ് ചെയ്തത്. പിന്നീടാണ് തിരുവനന്തപുരത്തുള്ള മാധ്യമപ്രവർത്തകരോട് ഇദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണം നടത്തിയത്. ഈ പ്രതികരണങ്ങൾ എപ്പോൾ വന്നപ്പോൾ പോലും പൂനെ വൈറോളജി ഫലത്തിൽ ആ ഒരു ലാബിൽ നിന്നുള്ള ഫലത്തിനെ കുറിച്ച് മന്ത്രി അറിഞ്ഞിട്ടേ ഇല്ല എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ബേപ്പൂർ MLA മുഹമ്മദ് റിയാസിൻ്റെ വിഷയമാണ്. അദ്ദേഹത്തിന് ന്യായമായും ലഭിക്കേണ്ട ഒരു വിവരം അദ്ദേഹം കൂടി ഉൾക്കൊള്ളുന്ന, അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന ബേപ്പൂർ മണ്ഡലത്തിലാണ് ഈ രാമനാട്ടുകര സ്വദേശി താമസിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന മണ്ഡലത്തിൽ ഇങ്ങനെ ഒരു രോഗബാധ ഉണ്ടായിരിക്കുന്ന സാഹചര്യത്തിൽ അവിടെ രോഗബാധിതരുമായി ടെലിഫോൺ വഴി, കാരണം പകർച്ചപ്പനി ഈ വ്യാധി കൂടുതൽ ഉണ്ടാവാതിരിക്കാനുള്ള മുൻകരുതൽ എന്നോണം ഫോൺ വഴി ബന്ധപ്പെടാൻ സാധിച്ചു. പക്ഷേ എന്നിട്ട് പോലും പ്രതിപക്ഷത്തെ MLA അദ്ദേഹം അത് കൃത്യമായി പറയുന്നുണ്ട്. പ്രതിപക്ഷത്തെ MLAയെ എന്തുകൊണ്ട് ഇക്കാര്യത്തിൽ കൂടുതൽ ഇടപെടുത്താൻ, ഈ ആരോഗ്യ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഇടപെടുത്തുവാൻ വേണ്ടി എന്തുകൊണ്ട് സംസ്ഥാന സർക്കാർ മടിച്ചു നിൽക്കുന്നു, കൂടുതൽ വിവരങ്ങൾ നൽകുവാൻ എന്തുകൊണ്ട് മടിച്ചു നിൽക്കുന്നു? അതെന്തായാലും ന്യായമായ ചോദ്യമാണ്. കാരണം കൺട്രോൾ റൂമിൽ ഒരു MLAക്ക് പോലും ആക്സസിബിലിറ്റി ഇല്ല എന്ന് പറയുമ്പോൾ, രോഗികളുടെ വിവരം അറിയില്ല എന്ന് പറയുമ്പോൾ അക്കാര്യത്തിൽ ആർക്കാണ് വിവരം കൈമാറാൻ ജില്ലാ ഭരണകൂടവും അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരും ഭയക്കുന്നതെന്ന് തന്നെയാണ്. കാരണം നേരത്തെ